സോ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളെ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു ഓപ്പോ K12X എന്നൊരു ഫോണാണ്. ഏകദേശം 3 മാസം 4 മാസം മാത്രമേ പഴക്കമുള്ള ഈ ഫോണ് ഇന്ന് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഫോണ് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയി. സോ ഇന്ന് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ എളുപ്പത്തിലും വളരെ നല്ല രീതിയിലും മാറ്റാം എന്ന് നോക്കാം. സോ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്ക് ഡോർ അയക്കണം. ബാക്ക് ഡോർ അയക്കാൻ വേണ്ടി ഒരു 530 എന്ന ഒരു ലിക്വിഡ് വരുന്നുണ്ട്. അതുവഴിയും അയക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്ലോർ വഴി ഹീറ്റ് ചെയ്തിട്ടും അയക്കാം. എല്ലാം അയച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇനി സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ നമ്മൾ സ്ക്രൂ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക് ഡോറിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നതാകുമ്പോൾ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങൾ ഫിക്സ് ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. കസ്റ്റമറിൻ്റെ ഫോണിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാത്തതായിരുന്നു ഏറ്റവും വലിയ കാരണം, ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആവാൻ കാരണം. അപ്പോൾ നമ്മൾ എപ്പോൾ പുതിയ ഫോണാണെങ്കിലും പഴയ ഫോണാകുമ്പോഴും അതിൻ്റെ മേലെ ഒരു 5D ഗ്ലാസ് ഒട്ടിക്കണം. അത് നിർബന്ധമാണ്. കാരണം അതുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്നാൽ ബൈ ചാൻസ് വീഴാണെങ്കിലും ഡിസ്പ്ലേ മൊത്തം ഇങ്ങനെ പൊട്ടിപ്പോവില്ല, ലൈനും കാര്യങ്ങളും വരാൻ സാധ്യത കുറയും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ടച്ച് ഗ്ലാസ് മാത്രമായിട്ട് മാറ്റാനും പറ്റും. സോ നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു മേലെ ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് എന്തായാലും ഇടണം. അതാകുമ്പോൾ ഒന്നും കൂടി സേഫ്റ്റി ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിലാവുമ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് വണ്ടി ഇപ്പോൾ ഷോപ്പിലായതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വോയിസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറുതായിട്ട് മിസ്സിങ് വരുന്നത്. സോ നമ്മൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്ക്രൂവും കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. ഏകദേശം ഈ ഡിസ്പ്ലേ ശരിയാക്കാൻ ടൈം എടുത്ത് 30 മിനിറ്റോളാണ്. അത്രയും ടൈം എടുക്കില്ല. നമ്മളടുത്ത് ഡിസ്പ്ലേ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 20 മിനിറ്റ് 15 മിനിറ്റിൻ്റെ ഉള്ളിൽ മൊത്തം റെഡിയാക്കിയിട്ട് കസ്റ്റമറിന് തന്നെ കൊടുക്കാം. സോ ബാക്കിൽ എല്ലാം എടുത്തു. ഡിസ്പ്ലേ കണ്ടോ, എന്ത് വീഴിലാണ് വീണിക്കണ കണ്ടാൽ വരുന്നത് പോലെ തോന്നും. അതിൻ്റെ മേലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല. സോ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ റിമൂവ് ഏറ്റവും എളുപ്പപ്പണിയല്ല, ഏറ്റവും നല്ല ഈസി ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ സ്ട്രിപ്പിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടാവും. ആ ഗ്യാപ്പ് കൂടി ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ വളരെ എളുപ്പത്തിൽ, പിന്നെ ഒറിജിനൽ ഡിസ്പ്ലേ ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. നമുക്ക് വേറെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത ഡിസ്പ്ലേ ആണെങ്കിൽ അത് ഒന്ന് ചിലപ്പം ബ്ലോവർ കൊണ്ട് ചൂടാക്കേണ്ട ഒരു അവസ്ഥ വരും. ഒറിജിനൽ ഡിസ്പ്ലേ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്ന ഡിസ്പ്ലേ ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് കസ്റ്റമർ ഇടാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. നിക്കി എന്നൊരു കമ്പനിയുടെ കോമ്പാണ്. നിക്കി പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക ഡയമണ്ട്, അങ്ങനെ പല കമ്പനിയുടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. കുഴപ്പമില്ല, ഇത് ഉള്ളതിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ ഏകദേശം മുഴുവനായിട്ട് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് പുറത്തുനിന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ഓണായിട്ടുണ്ട്. പിന്നെ ചില ഫോണിലാവുമ്പോൾ ലോക്കും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ലോക്ക് ഉണ്ടാകുമ്പോൾ ജസ്റ്റ് നമ്മൾ എമർജൻസി കോളുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്പറും കാര്യങ്ങളും അടിച്ചിട്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. ഫിറ്റിന് മുന്നേ ഈ ചെക്ക് ചെയ്യുന്നത് വളരെ നിർബന്ധമാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ 4 സൈഡിലും ചെറുതായിട്ട് ഗമ്മിടാം. ചെറുതായിട്ട് ഇട്ടാൽ മതി. കാരണം ഒറിജിനൽ ഫ്രെയിം ആയതുകൊണ്ട് ഫ്രെയിമിനും വളവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഗമ്മും കാര്യങ്ങളും ഇട്ടാൽ മതി. അത് അതിൽ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഫിക്സ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡിലും ചെറുതായിട്ട് ഗമ്മിടാം. 4 കോർണറിലും ചെറുതായിട്ട് ഗമ്മിട്ടിട്ട് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. സോ നമ്മൾ 4 കോർണറിൽ ഗമ്മിട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രെയിമിലിട്ടിട്ട് ഒന്ന് റബ്ബർ ബാൻഡും കാര്യങ്ങളും ഇട്ടിട്ട് പാക്ക് ചെയ്യാം. ഓക്കെ, സോ നമ്മളെ
പറഞ്ഞ ഒരു 5 മിനിറ്റ്, ഏകദേശം 5 മിനിറ്റിലാണ് ഗമ്മിട്ട് വെക്കേണ്ടത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് അതിൻ്റെ റബ്ബറും കാര്യങ്ങളൊക്കെ അതിൽ റിമൂവ് ചെയ്തിട്ട് പിന്നെ ആദ്യക്കുന്ന ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫിക്സ് ചെയ്യും. ഫോണൊന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ മൊത്തം പാക്ക് ചെയ്യാതെ ഡിസ്പ്ലേ മാത്രം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഡിസ്പ്ലേ വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഫ്രെയിമിൽ പാക്കിംഗ് ആയിട്ട് ഇരിക്കും. പിന്നെ അത് കാണാനും ഒരു നല്ല വൃത്തിയായിരിക്കും. കാരണം നമ്മൾ സർവീസ് സെൻറ്ററിലും കാര്യങ്ങളും പോകുമ്പോൾ അവർ ഇതേപോലെ തന്നെ ഡിസ്പ്ലേ ഇട്ടിട്ട് അവർ ഫ്രെയിമിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും പറയാറുണ്ട്. സോ 4 സൈഡിലും ഗമ്മിട്ടിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം ആ ഫോൺ മൊത്തം പാക്ക് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഫിറ്റിങ് മാത്രമല്ല, നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു വൃത്തി ഉണ്ടാവും. നമ്മളിപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഫിറ്റ് ചെയ്ത് കൊടുക്കാറ്. സോ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും ഇടാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ സ്ക്രൂ എല്ലാം അതിൻ്റെ ബാക്ക് ഡോറിലാണ് വെച്ചിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്ക്രൂവും കാര്യങ്ങൾ കിട്ടാനും എളുപ്പമായിരിക്കും. പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു എളുപ്പത്തിൽ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാം, ഒരു പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. സോ നമുക്കിനി സ്ക്രൂ പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്യാം. നമ്മുടെ ഷോപ്പിൽ വരുന്ന ഏകദേശം എല്ലാ കസ്റ്റമറും നമ്മൾ ഡിസ്പ്ലേയും കാര്യങ്ങളും ഇട്ടതിന് ശേഷം ഒരു സ്ക്രീൻ ഗ്ലാസ് നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കാറുണ്ട്. അതാവുമ്പോൾ ഡിസ്പ്ലേ കാണാൻ തന്നെ ഒരു ഭംഗി കൂടും. പിന്നെ കസ്റ്റമർക്ക് ഒരു സേഫ്റ്റിയും കൂടി ഉണ്ടാവും. പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയും കുറയും. അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ മാറ്റുന്ന എല്ലാ കസ്റ്റമറിനും അതിൻ്റെ കൂടെ സ്ക്രീൻ ഗാർഡ് ഇടാറുണ്ട്. പല ഷോപ്പിലും ഡിസ്പ്ലേ മാറ്റിക്കഴിഞ്ഞാൽ 2 മണിക്കൂറോളം റബ്ബർ ഇടണം, 3 മണിക്കൂറോളം റബ്ബർ ഇടണം. അത്ര ടൈം വെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു അരമണിക്കൂർ വെച്ചാൽ അത് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആവും. സോ നമ്മൾ എപ്പോൾ ഡിസ്പ്ലേ എവിടെ നിന്ന് ഒട്ടിക്കുകയാണെങ്കിലും അപ്പോൾ തന്നെ സ്ക്രീൻ ഗാർഡും കാര്യങ്ങളും ഇട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. കാരണം കൊണ്ടുപോകണ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഗ്യാരൻറ്റിയും കാര്യങ്ങളും കിട്ടാനും പ്രയാസമാണ്. സോ നമ്മൾ ഫിറ്റിങ് കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റബ്ബർ ബാൻഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന് മേലെ നമ്മൾ പറഞ്ഞതുപോലെ സ്ക്രീൻ ഗാർഡും കൂടി ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാം നേരം പോലെ കാണിക്കാം. ESD+ എന്ന ഒരു 5D ഗ്ലാസ്സാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താ ഡിസ്പ്ലേ ക്ലാരിറ്റി. അതും നമ്മൾ കുറഞ്ഞ ഡിസ്പ്ലേയാണ് ഇട്ടിട്ടുള്ളത്. ഒറിജിനൽ ഡിസ്പ്ലേ ആണെങ്കിൽ പറയും വേണ്ട. സോ നമ്മൾ അതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡ് ഇടാൻ പോകുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ സ്ക്രീൻ ഗാർഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കുമ്പോൾ കസ്റ്റമർ ഹാപ്പിയാണ്. പിന്നെ നമുക്കൊരു ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ. മറ്റ് നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് വീണ് പൊട്ടി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോബ്ലം തന്നെയാണ്. സോ നമ്മൾ ശരിയാക്കി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലെ സ്ക്രീൻ ഗാർഡുകൾ ഇട്ടിട്ട് കൊടുക്കാം. സോ നമ്മൾ ഈ വീഡിയോ 8 മിനിറ്റാണ് ഏകദേശം ടൈം എടുത്തത്. ഡിസ്പ്ലേ ശരിയാക്കാൻ ഇത്ര ടൈമും വേണ്ട. സോ താങ്ക് യു.